കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമായിരിക്കുന്നുവെന്ന് ഇടത് നിരീക്ഷകർ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ മനസ്സ് പിണറായിക്കെതിരായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധികാരം നിലനിർത്താൻ ഏത് ചെകുത്താന്റെ കൂടെയും കൂട്ടുകൂടും എന്ന് പറഞ്ഞ പാരമ്പര്യമാണ് ഇടതുപക്ഷത്തിനുള്ളത്. അത് കൂടുതൽ സമയമൊന്നും ആയിട്ടില്ല, EMSന്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ പിണറായിക്കും CPMനും അധികാരമാണ് മുഖ്യം, അല്ലാതെ ജനാധിപത്യമല്ലെന്നും ഒരു ചർച്ചയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്ന സർവേകളിലെല്ലാം തന്നെ പിണറായിക്ക് ഭരണം നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഉറപ്പിക്കുകയാണ്. അതിലേറ്റവും ആധികാരികമായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു സർവേയിൽ പിണറായി വിജയന്റെ ഭരണം അവസാനിക്കുന്നുവെന്ന് പറയുന്നതിന്റെ കാരണം എണ്ണി എണ്ണി പറയുകയാണ്. അതായത് കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് സർവേ പറയുന്നതിൻ്റെ അടിസ്ഥാനം. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. എങ്കിലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു സർക്കാരിന് ഇനി ഒരു അവസരം നൽകാൻ ഇവിടെ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുമ്പോൾ ആ സർവേ അങ്ങനെ ഒരു ഉത്തരം കിട്ടിയ സ്ഥിതിക്ക് ഇത് ഏറ്റവും ആധികാരികമായ ഒരു അഭിപ്രായമാണ് എന്നുള്ളത് പലരും രേഖപ്പെടുത്തുകയാണ്. അതിനു പുറമെ അടിമുടി അഹങ്കരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ ഈ പാർട്ടിയെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. അതിനെല്ലാം അപ്പുറത്ത് പിണറായി ഭരണത്തെ വേരോടെ പിഴുതെറിയാൻ ഒരൊറ്റ കാരണം മതിയെന്നും അതാണ് സർവേ കണ്ടെത്തിയ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. സഖാക്കന്മാർ പലരും അകത്ത് കിടക്കുമ്പോൾ പിണറായിയുടെ വാദങ്ങൾ ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും അതൊന്നു മതി ഭരണം തകർക്കാൻ എന്നുമാണ് ഈ സർവേ പറയുന്നത്. ശബരിമലയിൽ നടത്തിയ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോഴും CPMന്റെ ഭരണകൂടവും CPMന്റെ നേതാക്കളും പ്രതിക്കൂട്ടിലാണ്. അതിൽ നിന്നും തലയൂരാൻ അത്ര എളുപ്പത്തിൽ ഈ ഭരണകൂടത്തിന് കഴിയില്ല എന്ന് ഉറപ്പിക്കുകയാണ് സർവേ. മറ്റൊന്ന്, CPMന്റെ ആത്മാർത്ഥ പ്രവർത്തകരെല്ലാം തന്നെ നേതാക്കളുടെ അഴിമതിയിലും ഫണ്ട് തട്ടിപ്പിലും മനം നൊന്ത് പാർട്ടി പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാൻ പോകുകയാണ് എന്നുള്ളതാണ് സർവേ കണ്ടെത്തിയിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പടക്കം ഇപ്പോൾ കണ്ണിന്റെ മുന്നിൽ നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട CPMന്റെ കോട്ട കൊത്തലം പോലും തകർന്ന് തരിപ്പണമാകുകയാണ് ഇത്തരം സംഭവങ്ങളിൽ. അതുപോലെ തന്നെ UDF തദ്ദേശീയപരമായി വലിയ രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അത് വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സർവേ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പ്രവർത്തകർ ഒന്നൊഴിയാതെ UDFന് പിന്തുണ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം സർവേ വെളിപ്പെടുത്തുകയാണ്. ഇതുവരെ പല കാരണങ്ങളും പറഞ്ഞ് പിടിച്ചു നിന്ന ജോസ് കെ മാണിക്ക് തന്നെ അതറിയാം. ഇനിയും UDFലേക്ക് പോയില്ലെങ്കിൽ പ്രവർത്തകർ പോകും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം മുന്നണി മാറാൻ തയ്യാറായത്. പക്ഷേ ചില കാരണങ്ങളാൽ ചില തട്ടിപ്പുകൾ പുറത്ത് അറിയും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ജോസ് കെ മാണി അവിടെ തന്നെ നിന്നത്. എന്നാൽ കേരള കോൺഗ്രസ് നേതാക്കൾ നാണം കെടാൻ പോകുന്നതിൻ്റെ ഒരു സൂചന ഈ സർവേ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, BJPയുടെ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം എന്ന് പറയുന്നത് പരിമിതമാണ് എന്ന കണ്ടെത്തലാണ്. നേമം, കഴക്കൂട്ടം പോലെയുള്ള 1-2 സീറ്റുകളിൽ ഒരു മാറ്റം സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ BJP വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധ്യതയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. മറ്റൊന്ന്, കേരളത്തിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച സാമുദായിക ഐക്യം എന്നൊരു പരിപാടി അത് ലക്ഷ്യം കാണാതെ വന്നതോടെ നായർ വോട്ടുകൾ കൂടുതൽ UDFന് അനുകൂലമാകുകയും ഈഴവ വോട്ടുകൾ 3 മുന്നണിക്കും വിഭജിച്ചു പോകുകയും ചെയ്യും എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം അവർ വലിയ തിരിച്ചടിയാണ് LDFന് നൽകാൻ പോകുന്നത് എന്ന് പറയുന്നു സർവേ. കാരണം JB കമ്മീഷൻ റിപ്പോർട്ട് തന്നെയാണ് ഒന്ന്. ക്രൈസ്തവരെ സഹായിക്കാൻ എന്നും പറഞ്ഞ് വർഷങ്ങളായി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചുകൊണ്ട് പറ്റിക്കുകയാണ് ഈ സമയം വരെ സർക്കാർ ചെയ്തത്. അത് പുറത്തുവിടാൻ വെല്ലുവിളിക്കുകയാണ് ഓരോ മതമേലധ്യക്ഷന്മാരും ഇപ്പോൾ. പക്ഷേ സർക്കാർ അവർക്ക് മുന്നിൽ തോറ്റിരിക്കുകയാണ്. അതുപോലെ അധ്യാപക നിയമനങ്ങൾ, അതിലും സഭ കടുത്ത അതൃപ്തരാണ്. കൂടാതെ ഇത്രയും വലിയ രീതിയിൽ വന്യജീവി ആക്രമണവും കർഷക ദുരിതവുമെല്ലാം ഈ സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ല ചരിത്രത്തിൽ തന്നെ. ഇതിനൊരു പരിഹാരമില്ലാത്ത ഈ നാട്ടിൽ ക്രൈസ്തവർ ഇടതുമുന്നണിയെ വലിച്ച് താഴെയിടും എന്നുള്ളതാണ് സർവേ പറയുന്നത്. കേരളത്തിലെ മുസ്ലിം സമുദായം ഒന്നൊഴിയാതെ ഈ അടുത്ത കാലത്ത് UDFനൊപ്പമായി കഴിഞ്ഞു എന്നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ നേരെ കണ്ടു. മലപ്പുറത്ത് 33 സീറ്റിൽ 33 വിജയിച്ച് ജില്ലാ പഞ്ചായത്ത് UDF പിടിച്ചെടുത്ത ഒരു ചരിത്രം തന്നെ തിരുത്തി കുറിച്ചിരിക്കുന്ന സംഭവം. ഇതുവരെ CPMനെ പിന്തുണച്ചിരുന്ന കാന്തപുര വിഭാഗം പോലും UDFന് പിന്തുണ നൽകുന്നു എന്ന കാര്യം മലബാറിലും ഒരുപക്ഷെ മധ്യ കേരളത്തിലും
പൂർണ്ണമായും UDFന്റെ ഒരു വിജയം ആഞ്ഞടിക്കും എന്ന് തന്നെയാണ് സർവേ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലയിൽ നിന്ന് കിട്ടാൻ പോകുന്ന തിരിച്ചടികൾ അത് LDFന് പ്രവചിക്കാൻ കഴിയാത്തതിലും അപ്പുറത്തായിരിക്കുമെന്നാണ് സർവേ പറയുന്നത്. അതിൽ 3 പ്രബല വിഭാഗങ്ങൾ, ഒന്ന് ധീവര വിഭാഗം, മറ്റൊന്ന് ലത്തീൻ കത്തോലിക്ക, അതുപോലെ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നും ഒക്കെ തിരിച്ചടി ലഭിക്കാൻ പോകുന്നതാണ് കടലോരം എന്ന് പറയുന്നത്. അത് ഇടതുമുന്നണി ജയിച്ചിരിക്കുന്ന ഏകദേശം 40-ലേറെ മണ്ഡലങ്ങളാണ് ഈ തിരിച്ചടി നൽകാൻ പോകുന്നത്. പിന്നീട് സർവേ വ്യക്തമാക്കുന്നത് പ്രധാനമായും കർഷകരിൽ നിന്നും LDFന് കിട്ടാൻ പോകുന്ന തിരിച്ചടിയാണ്. പാരമ്പര്യമായി LDFനെ പിന്തുണച്ചിരുന്ന നെൽകർഷകരാണ് അതിലേറ്റവും അധികം ഒരു തിരിച്ചടിക്കായി കാത്തു നിൽക്കുന്നത്. അത് പാലക്കാട്ടും ആലപ്പുഴയിലും ആ 2 ഇടത് കേന്ദ്രങ്ങളിൽ വ്യക്തമായി കാണാൻ പോകുകയാണ്. അതുപോലെ റബ്ബർ കർഷകർ ഇടതുമുന്നണിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് കേരള കോൺഗ്രസ് മാണിക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒപ്പം തന്നെ തെക്കൻ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരും കശുവണ്ടി തൊഴിലാളികളും പിണറായി സർക്കാരിന് നല്ല പണി നൽകാൻ തന്നെ കാത്തു നിൽക്കുകയാണെന്ന് ഈ സർവേ വ്യക്തമാക്കുന്നു. അങ്ങനെ പാരമ്പര്യമായി ഇടതുമുന്നണിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിഭാഗം വോട്ടുകളും UDFനെ പിന്തുണയ്ക്കുമെന്ന് കണ്ടെത്തിയ ഈ പോൾ ട്രാക്കർ സർവേ ആകെയുള്ള 140-ൽ 96 സീറ്റുകൾ വരെയാണ് UDFന് പ്രവചിക്കുന്നത്. ഇത് വളരെ ആധികാരികമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നതും.